നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഷഹബാസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകും. വീടിന്റെ പണി പൂർത്തിയാക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ പണം നൽകും. ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിനെ വീട്ടിലെത്തി ഇക്കാര്യം അറിയിച്ചു. ഇന്ന് ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി യോഗത്തിലായിരുന്നു ഈ തീരുമാനം. ഷഹബാസിന്റെ ആഗ്രഹമായിരുന്നു വീടിന്റെ പണി പൂർത്തിയാക്കുകയെന്നത്. അതേസമയം മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്നതിന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ആക്രമണത്തിന് മുൻപ് ഇൻസ്റ്റഗ്രാം വഴി പ്രതികൾ കൊലവിളി നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടാൽ കൊല്ലുമെന്നും നഞ്ചക്കുപയോഗിച്ച് മർദ്ദിക്കുമെന്നും പ്രതികളായ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ അബദ്ധത്തിൽ അടിയേറ്റാണ് മുഹമ്മദ് ഷഹബാസ് മരിച്ചതെന്ന വാദം ഇനി നിലനിൽക്കില്ല. അതേസമയം കൂടുതൽ തെളിവുകൾ തേടുകയാണ് ഇപ്പോൾ പോലീസ്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ ഷഹബാസിന് അയച്ച സന്ദേശങ്ങളിൽ പലതും ഡിലീറ്റ് ചെയ്തു എന്നും പോലീസ് കണ്ടെത്തി. ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങൾ നടക്കുന്നതിനു മുൻപ് ആരൊക്കെ ഫോണിലേക്ക് വിളിച്ചു എന്നതും സന്ദേശങ്ങൾ അയച്ചു എന്നതും പോലീസ് വിശദമായി പരിശോധിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീഷണി സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇന്നലെ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തതോടെ കേസിൽ കുറ്റാരോപിതരുടെ എണ്ണം 6 ആയി. FSL പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തുവരുന്നതോടെ കേസിൽ കൂടുതൽ പേർ പ്രതി ചേർക്കപ്പെടാനാണ് സാധ്യത.